ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഓട്സ് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. റവ വളരെ കുറച്ചെടുത്താൽ മതി. റവ നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് റവ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഈ ദോശയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിവിടെ സ്പിനാച്ച് എടുത്തിട്ടുണ്ട്. ഈ സ്പിനാച്ചിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീരയുടെ ഇല എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പൊടി പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ദോശയ്ക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി വളരെ കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള ചോപ്പ് ചെയ്തെടുത്തതും പച്ചമുളകും, പിന്നെ ഒരു നുള്ള് ഗരം മസാല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളവും വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓട്സ് ഇടാം. റവ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കാം. നല്ല ജീരകം ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും ചേർക്കുക. സ്പിനാച്ച് ചേർക്കുക. തക്കാളി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമെങ്കിൽ രണ്ടാമത് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ദോശ ചുടാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്സ് കണ്ടമാനം വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഈ ദോശ നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിടാം. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എന്നാൽ മാത്രമേ ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇത് എപ്പോഴാണ് മറിച്ചിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിലെ മാവൊക്കെ നന്നായിട്ട് ഡ്രൈ ആവണം. ഈ സൈഡൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സൈഡ് ഒന്നും കൂടി ഡ്രൈ ആവാനുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിടാം. നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി തിരിച്ചിടാം. നമ്മുടെ ദോശ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് കൂടി മറിച്ചിടാം. നമുക്ക് ദോശ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.